ഐ ടിയുടെ എക്സാം ഫെയിൽ ആയവരോട് ഈ ഫെയിൽ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി എന്ന് പറയുന്നത് ഒരു തൊഴിൽ അധിഷ്ഠിത കോഴ്സാണ്. 2 വർഷം നമ്മൾ അല്ലെങ്കിൽ 1 വർഷം 6 മാസമൊക്കെ നമ്മൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ വൈദഗ്ധ്യവും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഇനി ഈ ഒരു എക്സാംസിന്റെ സർട്ടിഫിക്കറ്റ് പാസ്സായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ അതിന്റെ യഥാർത്ഥ യൂസ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ DGT സപ്ലിമെന്ററി എക്സാമുകൾ ഒരുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കിനൊക്കെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചോളുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളുക. കാരണം സപ്ലിമെന്ററി എക്സാം വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം പാസ്സാകാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവാനും നിങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലും കുറെ പേര് ഫെയിൽ ചെയ്തിട്ട് മെസ്സേജ് ചെയ്തായിരുന്നു. പക്ഷെ അവരൊക്കെ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവുകയും കമ്പനികളിലൊക്കെ ജോലിക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് ആരും കാണുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളുക. വേണ്ട സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നിമീന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് തിയറി തോറ്റവർക്കാണെന്നുണ്ടെങ്കിൽ നിമീന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, എംപ്ലോയബിലിറ്റി സ്കിൽ തോറ്റവർക്കാണെന്നുണ്ടെങ്കിലും സെയിം ആണ്. പിന്നീട് പ്രാക്ടിക്കൽ ആണ് ഫെയിൽ ആയത് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഏത് എക്സാം ആയിരുന്നാലും സപ്ലിമെന്ററി എക്സാം വരും, അത് അറ്റൻഡ് ചെയ്യുക. താങ്ക്